ഹലോ ലച്ചൂസുകളിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ മോളുടെ പിറന്നാളാണ് കേട്ടോ. ഞാൻ രാവിലെ നേരത്തെ തൊട്ടുള്ളതെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചാണ്, തിരക്കൊണ്ട് പറ്റിയില്ല. അന്ന് സ്കൂളുണ്ട്, അപ്പോൾ അത് കാരണം രാവിലത്തെ എല്ലാം ആയി കേട്ടോ. ഫുഡൊക്കെ റെഡിയായി. ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് അമ്പലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ, മോളും മോനും കൂടിയിട്ട്. അപ്പോൾ അതേ രാവിലെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എണീറ്റു. ചോറ് റെഡി ആയിട്ടുണ്ട്. അതേ സാമ്പാറായിട്ടുണ്ട്, ക്യാബേജ് തോരൻ, ഇഷ്ടു, പിന്നെ നമ്മുടെ സദ്യയിലെ മെയിൻ ഐറ്റം പപ്പടം, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ എണീറ്റ് റെഡിയാക്കി വെച്ചു. ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്. സ്കൂൾ ഇപ്പോൾ 2-3 ദിവസമൊക്കെ ഒഴിവായിരുന്നല്ലോ. അപ്പോൾ ഇന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലീവ് എടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ചേട്ടനും ജോലിയുണ്ട്, അപ്പോൾ ചേട്ടൻ പോയി. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സ്കൂളുള്ള സമയത്ത് സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. രാവിലെ നേരത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് രാവിലെ വിളക്കത്തൊക്കെ വിളമ്പി സ്കൂളിലേക്ക് വിടലാണ് പതിവ്. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് മോളും മോനും കൂടി അമ്പലത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കണ്ടു. അപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ടാളും കൂടി ഇവിടെ അയ്യപ്പങ്കാവിക്ക് പോയതാണ്. ഇന്ന് സ്കൂളുണ്ട്. രണ്ടാളും കൂടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. തിരക്കുണ്ടായിരുന്നോ? അപ്പോൾ ഇതാ ഞാൻ വിളക്കത്ത് വിളമ്പാണ് കേട്ടോ. രാവിലെ വിളക്കത്ത് ചോറൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് രാവിലെ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് വിടാറ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വിശേഷങ്ങൾക്കും പിറന്നാളിനൊക്കെ വിളക്ക് വെച്ച് അതിൽ ഭക്ഷണം കൊടുത്ത ശേഷമാണ് നമ്മൾ കഴിക്കാറ്. അപ്പം നമ്മുടെ ഉണ്ടാക്കിയ കറികളും ചോറും എല്ലാം നമ്മൾ കൊടുത്ത ശേഷം കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ പിറന്നാൾ കുട്ടിക്ക് ചോറ് വിളമ്പുക കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കായത് കൊണ്ട് കുറച്ച് വേഗം ചെയ്യേണ്ടി വന്നു കാര്യങ്ങളൊക്കെ. ഇതേ അവൾക്ക് ഇലയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ മോളുണ്ടാവലുണ്ട്. അവളിപ്പോൾ ഇന്ന് നേരത്തെ പോയി. അവൾക്ക് SPC ഒക്കെ ഉള്ളതുകൊണ്ട് സ്കൂള് ഒരു 9 മണിയാകുമ്പോഴേക്കും ഒരു വണ്ടി 8:45 കഴിയുമ്പോഴേക്കും വരും. അപ്പോൾ അത് കാരണം രാവിലെ കുറച്ച് തിരക്കാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ വേണ്ടേ വിടണമെങ്കിൽ. സ്കൂൾ മുടക്കണ്ടെന്ന് കരുതിയിട്ടാണ്, വെറുതെ ഇതിനായിട്ട് ലീവ് എടുത്തിരിക്കണ്ടല്ലോ. അപ്പോൾ ചോറൊക്കെ കഴിച്ച ശേഷം അവർ രണ്ടാളും സ്കൂളിലേക്ക് പോയി കേട്ടോ. തേപ്പുറത്ത് മോനിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒന്ന് സ്കൂളിലുണ്ട്. സ്കൂളിലേക്ക് പോകാൻ പുറപ്പെട്ടിരിക്കുകയാണ്. പിറന്നാൾ കുട്ടി മുട്ടായൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. അവൻ പോയി. ഇനി കേക്കൊക്കെ വൈകുന്നേരത്തേ ഉള്ളൂ, സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയേ കാണാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ വൈകുന്നേരം കുറച്ച് പായസം വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തിരക്കായതുകൊണ്ട് വെക്കാൻ പറ്റിയില്ല. കുറച്ച് അടപ്പായസം ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. വൈകുന്നേരത്താണ് കേട്ടോ. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ചെറിയൊരു കേക്ക് വാങ്ങി, കുറച്ച് മിഠായിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും എടുത്തില്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് അച്ഛനും മക്കളും കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏതാണ് കേട്ടോ, ചേട്ടൻ്റെ അച്ഛനാണിത്. എല്ലാവരും കേക്കൊക്കെ മുറിച്ച് അവൾക്ക് കേക്കൊക്കെ കൊടുത്തു. ഇത് ചേട്ടൻ്റെ മോള്. ഇതെല്ലാം നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. ഇത് അമ്മയാണ്, ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവൾക്ക് കേക്കൊക്കെ കൊടുത്തു. ഹാപ്പി. കുട്ടികൾക്ക് പിറന്നാളെന്ന് പറയുമ്പോൾ കേക്ക് മുറിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. നമ്മളെപ്പോലെ അല്ലല്ലോ ഞാനൊന്നും എൻ്റെ ഒരു പിറന്നാളിന് ഇതുവരെ കേക്കൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്ക് കട്ടിങ് നിർബന്ധമാണല്ലോ. ഇതെല്ലാം നമ്മുടെ ഫാമിലിയിലുള്ള ചേട്ടന്മാരുടെയും കുട്ടികളൊക്കെയാണ്. അപ്പോൾ അതെല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവർക്ക് കുറേശ്ശെ പായസമൊക്കെ കൊടുത്ത് അവർ പോയി. പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇതെൻ്റെ ചേച്ചി. വേറെ കാര്യമായിട്ട് പിന്നെ എടുക്കാനുള്ള സെലിബ്രേഷൻസ് ഒന്നുമില്ല. ലാസ്റ്റാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് കൂട്ടാക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒത്തിരി സ്നേഹം.